ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ മുളക് പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മുളകൊക്കെ നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്യുന്നില്ല, നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ പ്രൊഡക്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പല കടകളിൽ നിന്ന് നമ്മൾ നാടൻ മുളക് പൊടിയെന്നൊക്കെ പറഞ്ഞിട്ട് പല പൊടികളും നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുന്നവരാണ്. ഈവൻ ഞാനാണെങ്കിൽ പോലും നമ്മളിത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളത് തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ അവരത്രയും കെയറിങ്ങോട് കൂടി അത് വാഷ് ചെയ്തിട്ടാണ് നമുക്കത് പൗഡറാക്കി തരുന്നതെന്നുള്ളതിൽ നമുക്ക് ഒരു ഗ്യാരൻറ്റി ഇല്ല. നമ്മുടെ സഫിത ഫുഡ്സിൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. നമ്മളത് വാഷ് ചെയ്തിട്ട് നന്നായി ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ പ്രൊഡക്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതേ മുളകൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഉണക്കാനായിട്ട് നമ്മൾ ഡ്രയറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് ഡീഹൈഡ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ മുളകിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജലാംശം വറ്റിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുളക് എത്ര കാലം ഇരുന്നാലും അത് കേട് വരില്ല. അതിൻ്റെ ഒരു ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിരിക്കും. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ സാധാരണ നമുക്കറിയാലോ, നമ്മൾ പാക്കറ്റ് മുളകൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അത് തന്നെ പൂത്തു പോകും. പക്ഷേ ഇങ്ങനെ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് കേട് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ അതേ നമ്മളത് പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പൾവറൈസറിൽ തന്നെയാണ് കേട്ടോ നമ്മളത് പൊടിക്കുന്നത്. നമ്മൾ പൊടിച്ച് കഴിഞ്ഞിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രേയിൽ അത് പരത്തിയിടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആ ഹീറ്റോട് കൂടെ നമ്മൾ പാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്രയും സേഫല്ല. അപ്പോൾ നമ്മൾ ക്വാളിറ്റിയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് ആദ്യം തന്നെ അത് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പരത്തിയിട്ടിട്ടുണ്ട്, ട്രേയിൽ വിരിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചൂടാറിയതിന് ശേഷം നമ്മൾ നമ്മുടെ പാത്രത്തിലേക്ക്, നമ്മളിവിടെ സ്റ്റീൽ പാത്രങ്ങളാണ് യൂസ് ചെയ്യുന്നത്, പാത്രത്തിലേക്ക് പൗഡറൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മളത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നമ്മളത് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സഫിത ഫുഡ്സിൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഹൈജീനിക്കാണ്, നമുക്കത് വിശ്വസിച്ച് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ സഫിത ഫുഡ്സിനെ സപ്പോർട്ട് ചെയ്യണം. ഇനി നമ്മുടെ ലൊക്കേഷൻ ആണെങ്കിൽ നമുക്കത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. സഫിത ഫുഡ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മളത് ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും.